നാരായണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം അതിൽ 28-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. പാഠ്യം 16. ഓം വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോധർമ്മോ വാസുദേവ പരാഗതി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. വേദം പ്രയോഗിക്കായാലും വേദത്തിൻ്റേതായിട്ടുള്ള വേദം വിധിച്ചതായിട്ടുള്ള യാഗം തൊട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ വേദത്തിൽ പറഞ്ഞ അഷ്ടാംഗ യോഗാദി കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ശമദമാദികൾ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുന്നത്, അതേപോലെ പൂജാതി തൊട്ടുള്ള ഉപാസനാ കർമ്മങ്ങൾ മുഴുവൻ, അതേപോലെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഴുവൻ, അതേപോലെ ഈ അർത്ഥശാസ്ത്രം തൊട്ടുള്ള ജ്ഞാനം നേടാനും ധനുർവേദവും ആയുർവേദവും എന്തായാലും വേണ്ടില്ല, ശാസ്ത്രഗ്രന്ഥങ്ങളും പുരാണങ്ങളും തൊട്ടുള്ള ഉപനിഷത്ത് ഇതൊക്കെ പഠിക്കുന്നതും ഈ ഭഗവാനിലെത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് തപസ് ചെയ്യാറുണ്ട്. അമ്പലത്ത് പോലും തപസ്സാണ്. ഇനി ഹിമവാനിൽ ഇരുന്നിട്ട് തപസ് ചെയ്യാച്ചാലും തപസ്സാണ്. അതേപോലെ തന്നെ ഈ മുഴുവൻ ധാർമ്മികമായിട്ടേ ചെയ്യാറുള്ളൂ. സാത്വികന്മാരായിട്ടുള്ള ശുദ്ധസത്വത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹമുള്ള ഭക്തന്മാരായിട്ടുള്ള ഓരോരുത്തരും അത് തപസ്സായിട്ടാണ് ചെയ്യുക. അങ്ങനെ എന്താ ഉദ്ദേശം? പരമഗതിയായിട്ടുള്ള മുക്തിയെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവൻ വാസുദേവനാൽ, ശ്രീകൃഷ്ണനാൽ, ഭഗവാൻ നാരായണനാൽ, ആ ഭഗവാൻ നാരായണൻ പറഞ്ഞതായിട്ടുള്ള അദ്ദേഹത്തെ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് വേദത്തിലൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ അറിയുവാൻ ഇതുതന്നെയാണ് മാർഗം, ഭഗവാനെ പ്രാപിക്കാനുള്ളതാണ് ഇത് മുഴുവൻ. അപ്പോൾ മാർഗം ഏതായാലും ഈ ഉപാസനാദികൾ മുഴുവൻ ഉപായമായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ വേദം ഇതിൽ ഉപദേശിച്ചതു തന്നെയാണ്. മുഖ്യ ഉദ്ദേശം എന്താ? ഭഗവാങ്കൽ എത്തുവാനാണ്, നമുക്ക് ഭഗവാനെ പ്രാപിക്കാനാണ്. ഭഗവാന്റെ പ്രീതി സമ്പാദിക്കുന്നതും ഭഗവാനെ പ്രാപിക്കാനാണ്. വാസുദേവ പരാവേദാഹ, വാസുദേവനെ പറ്റി പറയുന്നതാണ് വേദം മുഴുവൻ. വാസുദേവ പരാമഖാഹ, മഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗാദി കാര്യങ്ങൾ. ഇപ്പോൾ യാഗമായാലും യജ്ഞമായാലും, യാഗത്തിന് ഹോമമുണ്ട്, യജ്ഞത്തിന് ഇതില്ല, ഹോമം ഇല്ല. ഇപ്പം നമ്മൾ സപ്താഹ യജ്ഞം എന്നേ പറയാറുള്ളൂ, സപ്താഹ യാഗം എന്ന് പറയാറില്ല. സപ്താഹത്തിലൊരു വിധിയുണ്ട്. ഓരോ ശ്ലോകവും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമിക്കണം എന്നൊക്കെ ഉണ്ട്. അത് പറ്റിയില്ല വെച്ചാൽ ഗായത്രി ഹോമിച്ചാലും മതി എന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. കാരണം രണ്ടിൻ്റെയും ഘടനയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് സ്വസ്ഥമായിട്ട് ഈ മറ്റ് ശബ്ദാദികളൊന്നുമില്ലാതെ കണ്ട് വായനയും അതിൻ്റെ പ്രഭാഷണവും. മറ്റത് ഹോമാചാരത്തിന് ഇരിക്കുമ്പോൾ അതിൻ്റേതായ പുക തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. മറ്റു പല കാര്യങ്ങളും ഉണ്ടായില്ല, അതിൻ്റെ ശുദ്ധി ഒക്കെ വിഷയങ്ങളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യജ്ഞത്തിനും പൂജയുണ്ട്, ഹോമത്തിനും പൂജയുണ്ട്. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു സ്വീകരണത്തിനും വളരെ വ്യത്യാസമുണ്ട്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു പറയുക വെച്ചാൽ, ഒരു തവണ ഹോമിച്ചാൽ കിട്ടുന്ന ഫലം 10 തവണ അർപ്പിച്ചാലേ കിട്ടൂ. അർച്ചന പുഷ്പാഞ്ജലി ചെയ്താലേ കിട്ടുള്ളൂ. 100 തവണ ജപിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ 1000 തവണ മനനം ചെയ്യണം. ഞെരുക്കാണ്. അപ്പോൾ അത് വളരെ പ്രയാസമുണ്ട്. മഖം എന്നുള്ളത് യാഗാദികൾ ചെയ്യുമ്പോൾ ലേശം പ്രയാസമുണ്ട്. അതും ഭഗവാൻ വാസുദേവൻ തന്നെയാണ്, വാസുദേവനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാസുദേവ പരായോഗാഹ, അഷ്ടാംഗ യോഗാദികൾ മുഴുവൻ ഈ ശമദമം കിട്ടാൻ വേണ്ടിയിട്ട്, മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രണത്തിലാക്കുക, അതിന് വേണ്ടിയിട്ട് ഈ അഷ്ടാംഗയോഗം തൊട്ടുള്ള 23 സിദ്ധികൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ വാസുദേവനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാസുദേവ പരാക്രിയാഹ, നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്യുന്നതായിട്ട് സമ്പാദ്യത്തിന് വേണ്ടി ചെയ്യുന്ന ക്രിയകളും പൂജ തൊട്ടുള്ള അമ്പലത്തിൽ പോക്ക് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ്. വാസുദേവനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഈ കർമ്മവാസനയോട് കൂടിയിട്ട് കാമവാക്കി അത് തീരണേ, അതിന് വേണ്ടിയിട്ടാണ്.
എന്നാലോ വാസുദേവനിലേക്കാണ് എത്തുകയും ചെയ്യുക. ഇനി വാസുദേവ പരം ജ്ഞാനം. ഇനി അറിയേണ്ടതോ വാസുദേവനെ തന്നെയാണ്. ജ്ഞാനം എന്നുള്ളത് നമ്മൾ സമ്പാദിക്കുന്ന ഈ ജ്ഞാനങ്ങൾ അറിവുകൾ മുഴുവൻ വാസുദേവനെ ആണ്. ഒന്നുകിൽ വിരാട് രൂപമാണ്, അതല്ലാച്ചാൽ സകല സ്വരൂപമാണ്, അതല്ലാച്ചാൽ ഭൂതഗണങ്ങളാണ്, പാർഷദന്മാരാണ്. ഇത്രയ്ക്കൊക്കെ വ്യത്യാസമുള്ളൂ. ഒക്കെ ഭഗവാൻ തന്നെയാണ്. വാസുദേവ പരം തപഹ. ഈ തപസ് ചെയ്യുന്നത് മുഴുവൻ വാസുദേവനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. വാസുദേവ പരോധർമ്മോ. വാസുദേവൻ അല്ലാതെ കണ്ടൊരു പരോധർമ്മമില്ല. അതിൻ്റെ മാക്സിമത്തിലൊരു ധർമ്മമില്ല. വാസുദേവനാണ് ധർമ്മം. അപ്പോൾ സാത്വികമായിട്ടുള്ള ഈ പാലന കർമ്മത്തെ ചെയ്യുന്ന, ധാർമ്മികമായിട്ട് പാലനകർമ്മം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാൻ പാലനത്തിന് വേണ്ടിയിട്ട് അനവധി ദേവന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്. നമ്മളും അതിൽ പെട്ടവരാണ്. നമ്മളും ചില പ്രവൃത്തികൾ ചെയ്യുകൊണ്ടല്ലേ ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുകയാണെന്ന് നമുക്ക് അറിയണില്ല, അത്രയേ ഉള്ളൂ. നമുക്ക് സമ്പാദ്യമോഹം ഉണ്ടായത് കൊണ്ട് പലതും നമ്മൾ ചെയ്യണം. അതിനെ ക്രിയയായിട്ടും പറയാം. ഈ ക്രിയകളൊക്കെ ധാർമ്മികമായിട്ട്, അത് ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ചാണ് നമുക്ക് ഈ തോന്നലുണ്ടാകുന്നത്, സമ്പാദിക്കണം എന്നുള്ള തോന്നലുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ വായന നടത്തുന്നത്, ഇവിടെ ഇപ്പോൾ ഭാഗവതത്തെ ഓരോ ശ്ലോകങ്ങളെ കുറിച്ച് പറയുന്നത് പുസ്തകം നോക്കിയിട്ട് പറയുകയാണെച്ചാലും അതെന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനെയെങ്കിലുമൊക്കെ ലേശം ഉള്ളിലേക്ക് കയറിയിച്ചാലോ ഭഗവാനെ നമുക്ക് ഉള്ളിലേക്ക് കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയിച്ചാലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഈ കർമ്മവും അത് ധർമ്മമാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നതും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. ഭഗവാൻ ഇച്ഛ ഇല്ലെങ്കിൽ ഇത് കേൾക്കില്ല. അതാണ്. അപ്പോൾ അതും ഭഗവത് ധർമ്മമാണ്. അതാണ് വാസുദേവ പരോധർമ്മോ വാസുദേവ പരാഗതി. ഒടുക്കം ഏതാ? ഭഗവാനിലേക്ക് എത്തുക. ഭഗവാനിലേക്ക്, നമുക്ക് ഭഗവാനിലേക്ക് എത്തണം. അതാ ഗതി, പരോഗതി. ആ പരോഗതി ഇതാണ്. ഇത് ഭഗവാനിലേക്ക് എത്തുക, മുക്തി. അതാണ് 28ഉം 29ഉം 2 ശ്ലോകങ്ങൾ മുഴുവൻ വാസുദേവൻ. ഇനി ബാക്കിയുള്ളത് എന്തെടുത്താലും അതൊക്കെ വാസുദേവ പരം, അത്രയേ ഉള്ളൂ. വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോധർമ്മോ വാസുദേവ പരാഗതി. ഇനി എന്തുകൊണ്ട് വാസുദേവൻ എന്ന് പറഞ്ഞു? നാരായണൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് 4 അക്ഷരമുള്ള മറ്റെത്രയോ പേരുകളുണ്ട് ഭഗവാന്. അഥോക്ഷരം തൊട്ടുള്ള പേരുകൾ ധാരാളമുണ്ട്. അതല്ല ഉദ്ദേശം. ഇവിടെ വസനാലിതി വാസുദേവ, നമ്മുടെ ഒപ്പം സാക്ഷിയായിട്ട് ജീവൻ്റെ ഒപ്പം ഇരിക്കണ്ടേ. അപ്പോൾ ആ സാക്ഷിയായിട്ടുള്ള ഭഗവാനെ, നമ്മൾ പ്രപഞ്ചവുമായിട്ട് ബന്ധമുണ്ട്, നമുക്ക് ദേഹവുമായിട്ട് ബന്ധമുണ്ട്. പ്രപഞ്ചാംശമായിട്ടുള്ള ദേഹമാണ്. അപ്പോൾ ആ ദേഹവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. എങ്ങനെ ബന്ധമുണ്ട്? ഞാൻ അതാണ് എന്ന് വിചാരിക്കുന്നു, അത്രയും കൂടുതൽ ബന്ധം. അതിൽ നിന്നും മോചനം നേടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രകൃതിയുമായിട്ട് ഒരു ബന്ധവും വേണ്ടാത്ത രീതിയിൽ നമ്മളെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വാസുദേവപര എന്ന് പ്രത്യേകം പറയാൻ കാരണം. അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ സഹസ്രം ഉണ്ട്. അതിൽ 4 അക്ഷരമുള്ള എത്രയോ നാമങ്ങളുണ്ട്. അത് വേണിച്ച വ്യാസനെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റും. ഈ 2, 4, 6, 8 നാമം ഒരേ പേരാ വെച്ചത്. അത് കരുതി കൂട്ടി വെച്ചതാ. വേദമായാലും യജ്ഞം, യാഗമായാലും യോഗമായാലും ക്രിയയായാലും ജ്ഞാനമായാലും തപസ്സായാലും ധർമ്മമായാലും ഗതി ഭഗവാനിലേക്കാണ്, വാസുദേവനിലേക്കാണ്. ഭഗവന്തം 4 അപ്പോൾ നമ്മൾ ഈ ഓരോ ഭാഗവതത്തിൻ്റെ പ്രത്യേകത അതാണ്. വാക്കുകൾ, നാമം ഉച്ചരിക്കുമ്പോൾ, ക്രിയകൾ പറയുമ്പോൾ, അതേപോലെ ഈ കൂട്ടിച്ചേർക്കലുകൾ, പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ, ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഭാഗവതത്തിലുണ്ട്. കാരണം ഇത് സമാധി ഭാഷയാണ്. വേറൊരു ഗ്രന്ഥത്തിനും ഇതില്ല. വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായ യോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോധർമ്മോ വാസുദേവ പരാഗതി. അപ്പോൾ ഇതിൽ ഇനി വേറൊരു പ്രത്യേകത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ ഭാഗവതത്തിൻ്റേതായിട്ടുള്ള മൂലമന്ത്രം അതാണ്.
ദ്വാദശാക്ഷരി ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഇത് ഉപദേശിക്കുന്ന ഒരു ആചാര്യൻ, അത് സ്വീകരിക്കുന്നതായിട്ടൊരു ശിഷ്യൻ, അത് ക്രമേണയായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ സാധിക്കും എന്ന് അതിൻ്റെ ഫലശ്രുതി. ഇനി 30ാമത്തെ ശ്ലോകം. സ ഏവേദം സസർജാഗ്രേ ഭഗവാൻ ആത്മമായ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭൂ. സദസദ്രൂപയ, സത്ത് അസത്ത് രൂപയ, സത്ത് അസത്ത് രൂപയ, അതാണ് സദസദ് രൂപയ. അവിടെ ദകാരം കാണാണ്ടാവും. സത്ത് സൽ, അസത്ത് അസൽ, സൽ അസൽ രൂപയ, സത്ത് അസത്ത് രൂപയ, അങ്ങനെയാണ് മറ്റേ വാക്ക് മുറിക്കുമ്പോൾ വരിക. അപ്പോൾ സദസദ് രൂപയ എന്നാണ് വായിക്കുക. അപ്പോൾ ഈ സത്തും അസത്തും രൂപമായിട്ടുള്ളത് മുഴുവൻ ഗുണമയ്യ, സത്വരജസ്തമോ ഗുണരൂപത്തോടു കൂടിയിട്ടാണ്, ചേർന്നതാണ്. സത്തായാലും ശരി അസത്തായാലും ശരി അതൊക്കെ സത്വരജസ്തമോ ഗുണങ്ങൾ കൂടിയതാണ്. ആത്മമായ, ഞാൻ തന്നെ എൻ്റെ ജീവാവസ്ഥയെ മറക്കുന്നു, ആത്മജ്ഞാനത്തെ മറക്കുന്നു. ഭഗവാൻ അത് മായ കൊണ്ട് മറച്ചു. അഗുണഃ, ഇനിയോ ഈ ജീവനെ ഞാൻ എപ്പോഴാണോ അറിയുന്നത് അപ്പോൾ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ഇല്ല. ഭഗവാനും ഈ ഗുണങ്ങളില്ല, ഗുണാതീതനാണ്. നമ്മളും ആ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നമ്മളും ഗുണാതീത ഭാവത്തിലെത്തും, ദേഹമുണ്ടെങ്കിലും. അഗുണഃ, അപ്പോൾ ഗുണങ്ങളെ കടന്നതായിട്ടുള്ളൊരു ഗുരു. വിഭുഹു, ഇവിടെ ലോകഗുരുവായിട്ട് ഭഗവാൻ സകലസ്വരൂപനായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ ദക്ഷിണാമൂർത്തി ആയാലും ശരി, ശ്രീകൃഷ്ണ ആയാലും ശരി, നമ്മളെ സംബന്ധിച്ച് സകലസ്വരൂപത്തിൽ വന്നിട്ടുള്ള ഏതൊരു ദേവനായാലും ആ ദേവനൊക്കെ ഭഗവത് അംശമാണ്. ആ വിഭുവായിട്ടുള്ള ഈ ഭഗവാൻ എല്ലാ ദിക്കിലും നമ്മളെ, നാം തന്നെയാണ് അത്, നമ്മിലുള്ളതാണ് അത് എന്ന രീതിയിൽ നമുക്കൊരു തോന്നൽ വരും. എപ്പോൾ ജ്ഞാനം നമുക്ക് കുറച്ചായിട്ട് കിട്ടാൻ തുടങ്ങുമ്പോൾ. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരി, ഇപ്പം നമുക്ക് പറയാനെങ്കിലും പറ്റുന്നുണ്ട്. നമ്മൾ ഭാഗവതന്മാരാണ്, നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഞാനും നെയ്യോ ഒന്ന് തന്നെ പറയാനേ പറ്റുന്നുള്ളൂ കേട്ടോ, നമ്മളൊന്നല്ല, ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ വിഭുഹു അസൗ സഹ ഏവ ഭഗവാൻ, അതേ ഭഗവാൻ തന്നെയാണ്. അസൗ സഹ, അതുതന്നെയാണ് ആ ആര്, ഏവ ഭഗവാൻ, ഉറപ്പായിട്ടും അതേ ഭഗവാൻ. അപ്പം ഇതും ഈ ഭഗവാൻ തന്നെയാണ്, അത് ഈ ഭഗവാനാണ്, മറ്റത് ഈ ഭഗവാനാണ്, മറിച്ചത് ഈ ഭഗവാനാണ്. നമ്മൾ അതും 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 ഇതും 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 എന്നൊക്കെ പറയില്ലേ, അത് മുഴുവൻ ഈ ഭഗവാനാണ്. ഇതം ഈ ലോകത്തെ അഗ്രേ, ഈ ഭഗവാൻ ആണ് ഈ ലോകത്തെ ആദ്യമായിട്ട് സൃഷ്ടിച്ചത്. സസർജ, ഭഗവാന്റെ ഇച്ഛയാണ് ഈ സൃഷ്ടി. അതിലാദ്യമുണ്ടായത് പ്രകൃതിയാണ്, പ്രാകൃതഭാവം. എന്താ ഈ പ്രാകൃതഭാവം? ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ശരീരത്തിന് ചില ഭാഷയും അത് ഉപയോഗിക്കുന്നതായിട്ടുള്ള വിധത്തിന് ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. മനുഷ്യർ, ഈ കോടിക്കണക്കിനുള്ള മനുഷ്യരുടെയും ഓരോരുത്തരുടെയും സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. എന്നാൽ സാമാന്യമായിട്ടുള്ള പൊതുവായിട്ടുള്ള ചില രൂപങ്ങളും ഉണ്ട് ഈ സ്വഭാവത്തിന്. അത് ആഗ്രഹിക്കുന്നതും കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്, എന്നാൽ വ്യത്യാസമുണ്ട്. ഇനി വളരെ വ്യത്യാസമല്ലേ തിര്യക് ജാതി ആകുമ്പോൾ, പശുവർഗം ആനവർഗം ആകുമ്പോൾ. അതേപോലെ അതിനേക്കാൾ കൂടുതൽ വ്യത്യാസമല്ലേ സസ്യജാലങ്ങളാവുമ്പോൾ. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ ഭൂമി, ഭുവനം, 14 ലോകം. അന്തരീക്ഷത്തിൽ വായു തൊട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ മുകളിൽ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, അതേപോലെ ഭൂമിക്ക് അടിയിൽ, ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, ധാതുക്കളെ തൊട്ടുള്ളവക്ക. ജലം ഒരു പ്രത്യേക അവസ്ഥയാണ്, പർവ്വതം, രത്നമായാലും കല്ലായാലും വ്യത്യാസമുണ്ട്. ഇത് മുഴുവൻ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, ഈ നാനാത്വം. സഹ ഭഗവാൻ ഏവ, ഭഗവാൻ തന്നെയാണ് ഇതം സസർജ, ഇതം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അഗ്രേ, ആദ്യമായിട്ട് ഏറ്റവും മുമ്പിൽ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ സൃഷ്ടിച്ചത്. ഭഗവാൻ എങ്ങനെ? ആത്മമായ, ഭഗവാന്റെ തന്നെ മായ ഭഗവാൻ പ്രയോഗിച്ചു. എന്താ മായ പ്രയോഗിച്ചത്? കണ്ണാടിയിലുള്ള നിഴല് എന്നാണ് നമ്മൾ പറയാറ്.
നമ്മൾ കണ്ണാടിയിലെ തനി രൂപത്തെ നമ്മൾ കാണാറില്ലേ? ആ രൂപത്തിനെ നമുക്ക് വേർപ്പെടുത്താൻ സാധിക്കില്ല. ഭഗവാന് വേർപ്പെടുത്താൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നാസ്തികന്മാർക്കൊക്കെ പറയാൻ പറ്റുക എന്താ വെച്ചാൽ, ഒരു വട്ടം പറയുക, അത്രയേ ഉള്ളൂ, അതൊന്നും ശരിയാവില്ല എന്നതാണ്. അത് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് ഈ കണ്ണാടിയിലെ രൂപത്തെ നമുക്ക് വേർപ്പെടുത്താൻ സാധിക്കുമോ? നിഴൽ നമ്മുടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, വെയിലുണ്ട്. അപ്പോൾ നമ്മുടെ നിഴൽ മുമ്പിൽ കാണാം. നമുക്ക് ആ നിഴലിനെ വേർപ്പെടുത്താൻ സാധിക്കുമോ? നമുക്ക് സാധിക്കില്ല. പക്ഷേ അതേ നമുക്ക് തന്നെ ആ നിഴലിൻ്റെ അതേ രൂപത്തിൽ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റും. അത് നമ്മളായിട്ട് മാറ്റാൻ പറ്റും. കളർഫുള്ളാക്കി കഴിഞ്ഞാൽ അത് കണ്ടാൽ നമ്മുടെ ഛായാചിത്രം തന്നെയാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് പറ്റും. ഇനി അതിനെ നമുക്ക് ജീവൻ കൊടുത്തിട്ട് ചൈതന്യവത്താക്കാൻ പറ്റുമോ? കളർഫുള്ളാക്കാനല്ലേ പറ്റുള്ളൂ. അലങ്കരിച്ച് കഴിഞ്ഞാൽ ജീവനുണ്ട് എന്ന് തോന്നും. ഇപ്പം ചില ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജീവനുണ്ട്, ഇപ്പം ഇങ്ങോട്ട് വരും. 3D ചിത്രങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ നമുക്കതിങ്ങോട്ട് വരും. ഇനി അത് ക്ലേ മോഡലിംഗ് ആണെങ്കിലോ, അത് ബിംബം ആണെങ്കിലോ, അതുതന്നെയാണ് അത്. ഇപ്പം മെഴുകു പ്രതിമകളൊക്കെ കാണാറില്ലേ? അതുതന്നെയാണ് അത്. പക്ഷേ നമുക്കതിന് ജീവൻ കൊടുക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം നമ്മൾ വികസിച്ചു. ഇനി ജീവൻ കൊടുക്കുകയേ വേണ്ടൂ. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ വികസിച്ചു, ക്ലോണിങ്. ക്ലോണിങ് വഴി നമുക്ക് ഈ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഒരു രോമം ഉണ്ടായാൽ മതി, നമ്മുടെ ഒരു കോശം ഉണ്ടായാൽ മതി, അതിൽ നിന്ന് നമ്മളെ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചു. അത് ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടെന്ന് മാത്രമേ ഇപ്പോൾ ചിന്തിക്കാറുള്ളൂ. എന്നാൽ പിന്നെ നാശമായി. നിയമം മൂലം തടുത്തു വെച്ചിട്ടുണ്ട്. പറ്റുന്നുള്ളത് ഉറപ്പായി. പക്ഷേ വൈകല്യങ്ങളുണ്ടാവും. ഭഗവാൻ കൊടുക്കുന്ന രീതിയിലായിട്ടില്ല. കണ്ടുപിടിക്കുമായിരിക്കാം ഭാവിയിൽ. അപ്പോൾ ഇത് മുഴുവൻ ഭഗവാന്റേതാണ് എന്ന് എപ്പോൾ നമുക്ക് മനസ്സിലാവണു, ഭഗവാൻ ആത്മമായ ആണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഭാഗവതന്മാരാവുക. അത്യധികമുള്ള വിമർശനങ്ങൾ നമുക്ക് വേണ്ട. ഇത് ഈ ഏറ്റവും ചെറിയ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു തരം, അത് കഴിഞ്ഞ് ക്രമേണയായിട്ട് മുകളിലേക്ക് ചിന്തിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു തലം. ഇത് കണ്ടുപിടിക്കുന്നവരും ഈ അദൃശ്യ ശക്തിയെ ആശ്രയിക്കുന്നു. ഇപ്പോൾ ഡോക്ടർമാർ ഈ കുട്ടിയെ എടുക്കുന്ന സമയത്ത്, അതായത് സിസേറിയൻ കഴിഞ്ഞ് കുട്ടിയെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടി മരിച്ചു പോകുന്നു, ചിലപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാനും പറ്റണം. അപ്പോൾ അവർ തന്നെ പറയാറുണ്ട്, ഇത് മുഴുവൻ നമ്മുടെ കയ്യിലല്ല കേട്ടോ. അതേപോലെ ചില രോഗങ്ങൾ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ടാവും, എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം. അതേപോലെ ചില ഭാവങ്ങൾ എത്ര ചെയ്താലും ധാരാളം പൈസ കിട്ടുന്നുണ്ട്, കോടിക്കണക്കിന് പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ 10 കോടി കിട്ടിക്കഴിഞ്ഞാൽ 10.5 കോടിയാണ് ചിലവ്. അപ്പോൾ നഷ്ടമല്ലേ? നമുക്ക് 1000 ഉറുപ്പ്യ ആകെ കിട്ടണുള്ളൂ. ഒരു മാസം ആകെ കിട്ടുന്നത് 1000 ഉറുപ്പ്യാണ്. പക്ഷേ ചിലവ് 900 ഉറുപ്പ്യുള്ളൂ. 100 ഉറുപ്പ്യ മിച്ച. ഏതാ ലാഭം? രാവിലെ പുറത്തേക്ക് ഇറങ്ങും, എവിടെയെങ്കിലുമൊക്കെ ഭാഗവതമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ രാവിലെ ചായയുണ്ട്, ചോറുണ്ട്, അവിടെ ഒക്കെ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. വേണമെച്ചാൽ അവിടെ കിടക്കുകയും ചെയ്യാം. 1 ഉറുപ്പ്യ ചിലവില്ല. പിരിവ് കൊടുത്തില്ല വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അന്നദാനം ഉണ്ട് അവിടെ. ആ ഒരാഴ്ച അങ്ങനെ പോയി. നമുക്ക് സമ്പാദ്യമൊന്നും കിട്ടിയില്ല. ആചാര്യനോട് പറഞ്ഞു, അതെ ദക്ഷിണ തരണ്ടേ, കാശില്ല കേട്ടോ. വേണ്ട, ആചാര്യന് 10 നിർബന്ധമൊന്നുമില്ല, വേണമെച്ചാൽ കിട്ടിയാൽ മതി. ഒരാളല്ലെങ്കിൽ വേറെ ആൾ കിട്ടും, അത്രയേ ഉള്ളൂ, തരും. ഈ ഒരാഴ്ച അയാളിൽ നിന്ന് എന്തെങ്കിലും ചിലവായോ? അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? അപ്പോൾ ലാഭം എങ്ങനെയാണ്? അയാൾക്ക് വല്ല സമ്പാദ്യം ഉണ്ടോ? വായനയ്ക്ക് വന്നില്ല. അനവധി ഓടിപ്പിടിച്ച് എത്രയ്ക്കോ സമ്പാദ്യം ഉണ്ടാക്കി. 1,00,000 ഉറുപ്പ്യ ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കി. അപ്പോഴാണ് വേറൊരു സാധനം നമ്മൾ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന് 1,50,000 ഉറുപ്പ്യ ചിലവ് വന്നു. അപ്പോൾ 50,000 ഉറുപ്പ്യ കടയിൽ. ഏതാ ലാഭം? ഈ ഒരാഴ്ച വായനയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു ചിലവും ഇല്ലാതെ കണ്ട് 7 ദിവസം കഴിഞ്ഞില്ലേ? ഏതാ ലാഭം? സമ്പാദ്യമല്ല ലാഭം. സമ്പാദിച്ചതിൽ നിന്നും ബാക്കി വരുന്നത് തന്നെയാണ് ലാഭം. അപ്പോൾ ഭഗവാൻ ആത്മമായ ആണ് ഇത് ചെയ്യുന്നത് എന്ന്, ഈ അദൃശ്യ ശക്തി നമ്മെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ ശക്തി ഏത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം.
അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സത്ത് അസത്ത് രൂപയ. ഭഗവാൻ ഇവിടെ എന്ത് ചെയ്തു? നാനാത്വം ചേർത്തിട്ടാണ്, രജോ ഗുണം തമോ ഗുണം ചേർത്തിട്ടാണ്. ച അസൗ ഭഗവാൻ അതിൽ എന്ത് ചെയ്തു? ഗുണമയ്യ, സത്വരജ സമോ ഗുണങ്ങളെ ചേർത്തു. അഗുണഹ വിഭുഹു, ഭഗവാൻ ഒരു ഗുണമില്ല. ഭഗവാന് സാത്വിക ഗുണമില്ല, രജോ ഗുണമില്ല, തമോ ഗുണമില്ല. ഗുണാതീതനാണ് ഭഗവാൻ. ആ ഗുണാതീതനായിട്ടുള്ള ഭഗവാനാണ് ഇതിൽ ഇത് ചേർത്തത്. ദേഹണക്കാരൻ സദ്യ ഉണ്ണാണ്ട് കഞ്ഞി കുടിച്ചിട്ട് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത് പോലെ, സദ്യ ഒരുക്കുന്നത് പോലെ. നിങ്ങൾ നല്ലോണം ചിലർക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ച് അവരോട് ചോദിക്കുക. മഹാകേവന്മാരായിട്ടുള്ള സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് കഞ്ഞി കുടിക്കാറുള്ളൂ. എന്താ കാരണം? അതിന് കോൺസെൻട്രേഷൻ കിട്ടണമെന്ന് വെച്ചാൽ സദ്യ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ അവർ സദ്യ ഉണ്ടില്ല, അവർ കഞ്ഞി കുടിക്കുക. സദ്യ അവരുണ്ണും, അവരല്ല ഈ പണിയെടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് ഊണ് കഴിക്കാൻ ഇഷ്ടമല്ല, ഉണ്ടല്ല. അതാണ്. അപ്പോൾ എന്ന കൂട്ടത്തിൽ ഭഗവാൻ ഇവിടെ ഭഗവാന് ഗുണമില്ലായിട്ടല്ല, ഭഗവാന് ഗുണം ഉണ്ടാവുകൊണ്ടാണ് ഭഗവാൻ അത് ചേർത്തത്. പക്ഷേ ഭഗവാൻ ഗുണ അതീതല ഭാവത്തിലാണ്. ഭഗവാന് ഗുണം വേണച്ചാൽ ഭഗവാൻ സകല സ്വരൂപമായിട്ട് താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഏറ്റവും ഈ ഹിരണ്യകശുവിനെ കൊല്ലാനും ഭഗവാന് പ്രയാസമൊന്നുമില്ല. അതേപോലെ തന്നെ പ്രഹ്ലാദനെ രക്ഷിക്കാനും ഭഗവാന് പ്രയാസമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പം ഗുണസ്വഭാവം ഭഗവാൻ പ്രകടിപ്പിക്കണമെങ്കിൽ താഴത്തേക്ക് വരണം. ഗുണസ്വഭാവം ഇല്ലാത്ത ഭാവത്തിലാണ് നാരായണൻ, അനന്തപത്മനാഭൻ, വൈകുണ്ഠനാഥൻ, ഭഗവാൻ, ബ്രഹ്മം. അപ്പോൾ ആ ഈശ്വരഭാവത്തിൽ നിൽക്കുമ്പോൾ അഗുണഹ വിഭുഹു ആണ്. അതേ ഭഗവാൻ തന്നെയാണ് ഇച്ഛക്കനുസരിച്ച് ഗുണത്തോട് കൂടിയിട്ട് പ്രകൃതിയെ ഉണ്ടാക്കിയത്. സ ഏവ ഇദം സസർജ അഗ്രേ ഭഗവാൻ ആത്മമായ സത് അസത് രൂപയ ച അസൗ ഗുണമയ്യ അഗുണഃ വിഭുഃ. സ ഏവേദം സസർജ അഗ്രേ ഭഗവാനാത്മമായ സദസദ് രൂപയ ച അസൗ ഗുണമയ്യ അഗുണോ വിഭു. തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിത. പദാണ് പ്രധാനം. തയാ, ആ മായ കൊണ്ട്, എന്നുവെച്ചാൽ ഭഗവാന്റെ ഇച്ഛയാണ് ഈ മായ. ആ മായ കൊണ്ട് വിലസിതേഷു, ഭഗവാൻ അതിൽ മായ കാട്ടി അതിനെ ഇപ്രകാരം ചില വിലാസങ്ങളൊക്കെ ചെയ്യാണ്. മായ ഭഗവാന്റെ തന്നെയാണ്. അത് പ്രകടിപ്പിക്കുക എന്നത് പ്രകൃതിഭാവം പ്രപഞ്ചഭാവമായി. അപ്പോൾ അത് ഉണ്ടാവുക എന്നൊരവസ്ഥ വന്നു. ഏഷു ഗുണേഷു, ഈ സത്വരജസമോ ഗുണങ്ങളോട് കൂടിയിട്ട് അത് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അന്തഃപ്രവിഷ്ട, അതിലേക്ക് ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു. ഭഗവാൻ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഗുണവാൻ ഇവ, ഗുണം ഉണ്ട് എന്ന് തോന്നി. സ്വരാട്ട് രൂപത്തിൽ, വിരാട് രൂപത്തിൽ ഗുണമുണ്ട് എന്ന് തോന്നും. ഈ വിശ്വനിൽ ഗുണമുണ്ട്. അപ്പോൾ ഗുണത്തിൽ അതിൻ്റെ പ്രകൃതി അംശമായിട്ടുള്ള ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഭാവമുണ്ട്. ഇപ്പോൾ അഗ്നിക്ക് അഗ്നിയുടേതായിട്ടുള്ള ഗുണമുണ്ട്. ചൂടാക്കുക, പ്രകാശം തരുക. വായുവിന് അതിനെ തൊടുക, അതേപോലെ ചലിക്കുക എന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുത്താലും ഇതുണ്ട്. ഭൂമിയുടെ ഗന്ധം അതതിൻ്റെ ഗുണമാണ്. അപ്പം ഇങ്ങനെ സത്വരജസ്തമോ ഗുണങ്ങൾ അതിൽ ഓരോന്നിലും ഉണ്ടായി. ഭഗവാൻ അതായിട്ട് ആഭാതി, പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു. അപ്പം ഈ ഗുണം ആണ് ഭഗവാൻ. ആ ഗുണമാണോ ഭഗവാൻ? അല്ല, ഗുണത്തിൻ്റെ ഭാവമാണ് ഭഗവാൻ. ഇപ്പം നമ്മൾ മണത്തു എന്ന് കൂട്ടാം. നമുക്ക് മണക്കുമ്പോൾ അതിൻ്റെ ഈ ദുർഗന്ധവും സുഗന്ധവും രണ്ട് തരത്തിൽപ്പെട്ടതായ ഗന്ധം. അത് തന്നെ ഇപ്പോൾ നമ്മളൊരു മരുന്നായിട്ട് ഉപയോഗിക്കാമെന്ന് കൂട്ടുക. അപ്പോൾ ആ ഗന്ധം നമുക്ക് താൽക്കാലികമായിട്ട് സഹിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ അപ്പോൾ പ്രയാസമുള്ളതായിട്ടുള്ള ആ മരുന്നിൻ്റെ ഈ ഫലം കിട്ടുന്നതിൻ്റെ രോഗം മാറുക എന്ന അവസ്ഥയാണ്. അപ്പോൾ ഉണ്ടാകുന്ന സ്വസ്ഥതയാണ് ഭഗവാൻ. രോഗം മാറിയാൽ നമ്മൾ സ്വസ്ഥരാകുമല്ലോ, ആ സ്വസ്ഥതയാണ് ഭഗവാൻ. അങ്ങനെ ഓരോന്നിൻ്റെ എടുക്കുക. ഇന്നതെന്നില്ല. വെള്ളം ദാഹിച്ചു, വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുന്നത് വെള്ളം ഭഗവാനല്ല, വെള്ളത്തിൻ്റെ ഈ രസവും ഭഗവാനല്ല.
ജലം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാഹം തീർന്ന് നമുക്കൊരു സ്വസ്ഥത കിട്ടും. അപ്പളേക്കപ്പളേ കിട്ടില്ല, ലേശം കഴിയണം. പഞ്ചസാര തിന്നു കഴിഞ്ഞാൽ പഞ്ചസാരയുടെ ആ മധുരമല്ല ഭഗവാൻ, മധുരത്തിന് ലേശമുള്ള ഒരു ആസ്വാദനമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മധുരം കംപ്ലീറ്റ് പോയി, അതിന് ശേഷം ഒരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനമാണ് ഭഗവാൻ. അതിന് ചില ഗുണഫലങ്ങളെ ഭഗവാൻ ശരീരത്തിലേക്ക് തരും. അത് രജോ ഗുണാണോ തമോ ഗുണാണോ എന്നുള്ളത് പിന്നീടേ അറിയുള്ളൂ. ഭഗവാൻ ഭഗവത്വത്തെ അല്ല ആ രീതിയിൽ അല്ല തന്നത് എങ്കിൽ അത് നമുക്ക് അസുഖമായിട്ട് മാറ്റും. അപ്പോൾ അത് തമോ ഗുണ. അപ്പോൾ ഭഗവാൻ ഇതിലേക്ക് ഗുണമായിട്ട് അതിൻ്റെ ഭഗവത്വം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആഭാതി, അതായിട്ട് ഭഗവാൻ മാറണു. പിന്നെയോ അങ്ങനെ പ്രകാശിക്കുന്നതായിട്ടുള്ള ഭഗവാൻ വസ്തുതഃ പരമാർത്ഥത്തിൽ വിജ്ഞാനേന ഈ അനുഭവജ്ഞാനത്തെ കൊണ്ട് വിജൃംഭിത വർദ്ധിച്ചവനാക്കുന്നു. നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. തീയിൻ്റെ ചൂട് നമ്മൾ തീയിനെ തൊട്ട് കഴിഞ്ഞാൽ അറിയും. ഒരു കനൽ തൊട്ടാൽ, തീ നാളത്തിനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടറിയും. തൊടണ്ട, കുറച്ച് മീതെ വെച്ചാലും മതി, അതിൻ്റെ ഒരു ആവി അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഭഗവാൻ ഇതിൽ ഈ അനുഭവജ്ഞാനം കൊണ്ട് ഇതിനെ മനസ്സിലാക്കി തരുന്നു എന്നത് നമുക്ക് ഭഗവത്വത്തെ മനസ്സിലാക്കാനുള്ള മാർഗമായിട്ട് ഭഗവാൻ തന്നെ പറയണു. തയാ വിലസിതേഷു ഏഷു, തയാ ആ മായയാൽ ഇങ്ങനെ വിലാസം ചെയ്യുകയാണ്, വിലസുകയാണ്. ആ വിലാസം എങ്ങനെയാണ്? യേശു ഈ പ്രകൃതിയിൽ ഓരോന്നിലും 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 ഗുണേഷു അത് ത്രിഗുണപരമായിട്ട് ഗുണവാൻ ഇവ ഭഗവാൻ അതിൽ ത്രിഗുണത്തെ ചേർത്തിട്ടുണ്ട് തന്നെ എന്ന് എനിക്ക് ഗുണമുണ്ട്, ഇതാ അനുഭവിച്ചോളൂ എന്ന് പറയുന്നത് എങ്ങനെയാ? അന്തപ്രവിഷ്ട, ഉള്ളിലേക്ക് ഭഗവാൻ പ്രവേശിക്കുക. എന്നിട്ടോ ആഭാതി, അങ്ങനെ പ്രകാശിക്കുകയാണ്. വിജ്ഞാനേന, അതെങ്ങനെയാ? അനുഭവം കൊണ്ട്, ജ്ഞാനം വിജ്ഞാനത്തോടു കൂടി ചേർത്ത് ജ്ഞാനവിജ്ഞാനേന വിജൃംഭിത. അപ്പം നമ്മളതിൽ അത്ഭുതം സംഭവിക്കുകയാണ്. അനുഭവിച്ചു, തോന്നി, തീയെ ചുട്ടു, അതാണ്. അപ്പം തീയല്ല ഭഗവാൻ, തീയിൻ്റെ കൈയാണ്ട് ചുടുമ്പോൾ ആ ചൂടല്ല ഭഗവാൻ. ചുട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള എനിക്ക് ചുട്ടു, നമ്മൾ കൈ വലിച്ചു, പക്ഷേ ചൂട് അപ്പോഴും നിൽക്കുക. അത് ഭഗവാന്റെ ഈ ഗുണമായിട്ട് ഗുണപരമായിട്ട് ഭഗവാൻ ആഭാതി, അതാണ്. ഗുണേഷു ഇവ ആഭാതി, അതാണ് ഗുണവാൻ ഇവ. ഭഗവാൻ ഗുണമില്ല, ഗുണാതീതനാണ്. തയാ വിലസിതേഷു ഏഷു ഗുണേഷു ഗുണവാൻ ഇവ അന്തപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത. തയാ വിലസിതേഷു ഗുണേഷു ഗുണവാൻ ഇവ അന്തപ്രവിഷ്ട ആഭാതി വിജ്ഞാനേന വിജൃംഭിത. ഇപ്പം നമ്മൾ 16-ാമത്തെ ഭാഗം പാഠ്യം പറഞ്ഞു. അതിൽ പ്രഥമ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 28, 29, 30, 31 4 ശ്ലോകങ്ങളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്ത് പറയാം. നാരായണ നാരായണ.